ഹലോ. എടാ, ഇന്നലെ ഒരു വേട്ടാവെളിയനെ ഞാൻ കുറച്ച് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. വളരെ പ്രിയപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് വിട്ടുപോയി. അതായത് ആ വേട്ടാവെളിയൻ എന്നെ പറഞ്ഞത് ഞാൻ പന്നി പെറും പോലെ പെറ്റിട്ടേക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്തായിട്ട് ഗൾഫിൽ ഒരു വാഹന അപകടത്തിൽ 4 പൊന്നുമക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു തന്തയ്ക്ക് ജനിക്കാത്തൊരു അലവിലാതി ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മുസ്ലിം സ്ത്രീകളെ അപമാനിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് പന്നി പെറും പോലെ പെറ്റിട്ടേക്കുന്നു എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം പ്രിയമുള്ള ഒന്നാണ്. അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഒക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഉദരത്തിൽ വഹിച്ചതും എൻ്റെ മക്കളെ ഞാൻ പ്രസവിച്ചതും ഇന്നും എൻ്റെ മക്കളെ ഞാൻ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നതും. എൻ്റെ മക്കളെ ഒരിക്കലും തന്നെ ഞാനൊരു വിൽപ്പന ചരക്കായിട്ട് ഒരിടത്തും പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ മക്കൾ ഒരു സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയ ആഗ്രഹവും. എൻ്റെ മക്കളെ കൊണ്ട് ഞാനൊരു പൊതു മീഡിയയിൽ വന്ന് എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നൊന്നും പറഞ്ഞു കളവുകൾ ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. എൻ്റെ മക്കളെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും, അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കാമിച്ചപ്പോഴല്ല എനിക്ക് മക്കളുണ്ടായത്. ഞാൻ ശരിക്കും എൻ്റെ സ്നേഹം പങ്കിട്ടപ്പോഴാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മോളായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നതുപോലെ എൻ്റെ മക്കൾ ഒറ്റപ്പെട്ടു പോകരുത്. പിന്നീട് ഞാൻ എൻ്റെ മതത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയ സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ കബറിലത്തേക്ക് പോകുന്നത് എങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും നമുക്ക് കാവലുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും മക്കളെന്ന് പറയുന്നത് എപ്പോഴും അവരുടെ മാതാപിതാക്കളെ ഭയങ്കരമായി സ്നേഹിക്കുന്നവരായിരിക്കും, അവരുടെ ഉമ്മാനെ ഭയങ്കരമായി സ്നേഹിക്കുന്നവരായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഖബറിലത്തേക്കുള്ള ദുആകളായിട്ട് എൻ്റെ മക്കൾ പിന്നീട് എൻ്റെ മരണശേഷം അവരെൻ്റെ ഖബറിലത്തേക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. അപ്പോൾ എൻ്റെ മക്കളെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ്. അവരെ ഞാൻ ഇനിയും ഞാൻ പ്രസവിക്കും.